നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അങ്ങനെ വരുത്തി തീർക്കാൻ ഇവൾ ഇടക്കിടക്ക് വീട്ടിലേക്ക് പോകും, ചുമ്മാ സുഖവാസത്തിന്. എന്നിട്ട് ഇതേപോലൊരു ആവശ്യം വരുമ്പോ കൊച്ചുങ്ങളെടുത്ത് കെട്ടിപ്പെറുക്കി ഇങ്ങോട്ടേക്ക് വരും. ഇപ്പൊ തന്നെ ഈ പോളിയോയുടെ കാര്യമില്ലേ, ഒക്കെ നാടകമാ. ഇന്ത്യയിൽ എവിടെയും ഏത് സെന്ററിൽ ചെന്നാലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ എടുക്കാം. അതിന് കാർഡൊന്നും വേണമെന്നില്ല. അഥവാ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ ഫോണിലേക്ക് അയച്ചു കൊടുക്കില്ലേ? വിനയ, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ചിലങ്കി ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്റെ ഒരു വാക്കിന് പുറത്താ ഇവൾ ഇവിടെ നിൽക്കാൻ തയ്യാറായത്. ഓ, ഇല്ലെങ്കിൽ ഇവള് ടർസ് പൊടിച്ചങ്ങ് പോയേനെ. ഒന്ന് പോയാമേ അവിടെ. അതെ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. ഞാൻ ഇങ്ങോട്ട് വരാൻ കൊതിച്ചിട്ട് പോളിയോ നാടകം നടത്തിയെന്നാണല്ലോ നിങ്ങൾ ആദ്യം പറഞ്ഞത്. പിന്നെ എന്തിനാണാവോ എന്നെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് വാതിലിന്റെ താക്കോൽ എടുത്തോണ്ട് മുങ്ങിയത്? നിന്റെ ചേച്ചി ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ, അല്ലാണെന്നാ? എടി, നിങ്ങളെ രണ്ടാളെ ഇവിടെ നിർത്തി തീറ്റി പോറ്റേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഓ, അപ്പൊ രഘു ജയിലിൽ പോയതുകൊണ്ട് അമ്പിളിയുടെയും കൂടി ചെലവ് കഴിയട്ടെ എന്ന് കരുതി നിങ്ങളുടെ അച്ഛൻ രണ്ടാളെയും കൂടി ഇങ്ങോട്ടേക്ക് അയച്ചതായിരിക്കും അല്ലേ? ദേ, ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തിയോടും വിളിച്ച് പറയരുത്. എന്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനേ നിങ്ങൾക്ക് എന്ത് അർഹതയുള്ളത്? എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച ആളെ കുറിച്ച് പറയാൻ വേണ്ടി എനിക്ക് അർഹതയുണ്ടീ. വിനയ, നിർത്ത്. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഏട്ടാ, ഇവനെ ഇപ്പൊ ഇവിടുന്ന് വിളിച്ചോണ്ട് പോണം. അവര് ഭാര്യയും ഭർത്താവും അല്ലേ ലതികേ? അവരുടെ പ്രശ്നങ്ങൾ അവര് പറഞ്ഞു തീർക്കട്ടെ. മൂടിക്കെട്ടിക്കിടക്കുന്ന കാർമേഘം പെയ്തൊഴിഞ്ഞാൽ ജീവിതം ശാന്തമാവും. ഓ ഈശ്വര, ബാലേട്ടന് ഇവിടെ ഇല്ലാണ്ടായി പോയല്ലോ. മോളെ ചീരു, അമ്മയോടൊപ്പം മുറിയിലേക്ക് വാ. നമുക്ക് ചെന്ന് മക്കളുടെ അടുത്തിരിക്കാം. ഇവൻ ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും പറയട്ടെ. ഇല്ലമ്മേ, അങ്ങനെ എന്റെ അച്ഛനെ കുറിച്ച് എന്തും വിളിച്ചു പറയുന്നത് കേട്ട് നിൽക്കാനേ എനിക്കാവില്ല. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് ഇപ്പൊ തന്നെ തിരിച്ചു പോവും. മോളെ, അയ്യോ, അപ്പൊ മക്കൾക്ക് നാളെ പോളിയോ കൊടുക്കണ്ടേ ശീരു? ഇന്ത്യയിൽ എവിടെയും കുട്ടികൾക്ക് പോളിയോ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാനൊന്ന് നോക്കട്ടെ. നീ പോകും, പക്ഷെ നീ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകില്ല. എന്റെ മക്കളെ ഞാൻ കൊണ്ടുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? കൊണ്ടുപോവില്ലടി. അവരെന്റെയും കൂടി ചോരയാണെങ്കിൽ ജീവനോടെ നിനക്ക് അവറ്റകളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ശരി, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഞാൻ എതിർത്ത് നിൽക്കുന്നില്ല. എടുത്തോ, അവരെ നിങ്ങളങ്ങ് എടുത്തോ. അമ്മയില്ലാത്ത 5 പെമ്മക്കളെ അന്തസ്സോടെ വളർത്തി വലുതാക്കിയ എന്റെ അച്ഛനെ അപമാനിക്കാൻ നടക്കുന്ന നിങ്ങൾ ഇനി അമ്മയില്ലാത്ത 2 മക്കളെ എങ്ങനെയാ വളർത്തുന്നതെന്ന് നോക്ക്. ഒരച്ഛന്റെ വില എന്താന്ന് അപ്പ അറിയാം. അത് നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്റെ മക്കളെ ഇവിടെ ഉപേക്ഷിക്കുക. അയ്യോ ഈശ്വര, മോളെ ചീരു, മോളെ ചീരു. അമ്മ എന്നെ തടയാൻ നോക്കണ്ട. പോവെന്ന് പറഞ്ഞാ ഞാൻ പോയിരിക്കും. മോളെ ചീരു, ദേ മക്കള് കിടന്ന് കരയുന്നു. മോള് പോകല്ലേ. ആ കുട്ടികൾക്ക് ആരും ഇല്ലാണ്ടായി പോകല്ലേ മോളെ. ചീരു, മോളെ. അയാൾ എന്തും പറഞ്ഞോട്ടെ, എന്തും ചെയ്തോട്ടെ. പക്ഷെ എന്റെ അച്ഛനെയും കുടുംബത്തെയും പറഞ്ഞ അത് കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല അച്ഛാ. അവനെ പോലൊരു മനുഷ്യന്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ട് തന്നെ. നീ തിരിച്ചു വന്നതിൽ അച്ഛൻ തെറ്റ് പറയില്ല. പക്ഷെ നിന്റെ മക്കളോട് ഉപേക്ഷിച്ച് പോരണ്ടായിരുന്നു. അച്ഛാ, അത് അയാളുടെ കൂടെ മക്കളല്ലേ. സ്വന്തം മക്കളിലൂടെയെങ്കിലും അയാൾ ഒരു പാഠം പഠിക്കട്ടെ എന്ന് കരുതിയ ഞാൻ. ഇല്ല മോളെ, അവനൊരു പാഠവും പഠിക്കാൻ പോകുന്നില്ല.